അഥവാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഒരൊറ്റ ഒരു ചിന്തയാണ് ഉണ്ടാവുക, ലാ തബാഹുല ബൈനഹും, അവർക്കാർക്കും പരസ്പരം കോപമുണ്ടാവൂല. ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട്, മറ്റൊരാളോട് അസൂയയുണ്ട്, മറ്റൊരാളോട് കോപമുണ്ട്. ലാ തബാഹുല, പരസ്പരം കോപമില്ല. വലാ തഹാസുദ, പരസ്പരം അസൂയയുമില്ല. ഇതില്ലേ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗം കിട്ടും. കോപമുണ്ടോ? ആരെ കുറിച്ചെങ്കിലും വേണ്ടാത്ത ചിന്തകളുണ്ടോ? ആരെ കുറിച്ചെങ്കിലും വൈരാഗ്യമുണ്ടോ? ആരോടെങ്കിലും പകയുണ്ടോ എങ്കിൽ ഒരാൾക്കും നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം, അസൂയയില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ്. അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ്? പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത്. പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഖിറാഅത്തുൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം. അതിന്റെ ഫഹുവസ് സിറാത്തുൽ മുസ്തഖീം, ഖുർആൻ എന്നുള്ളത് നമ്മൾക്ക് ചൊവ്വായ പാതയാണ്, സിറാത്തുൽ മുസ്തഖീമാണത്. വന്നൂറുൽ മുബീൻ, അത് വലിയൊരു വെളിച്ചമാണ്, പ്രകാശമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ. നബിയേ, വകദാലിക ഔഹൈനാ ഇലൈക, അങ്ങേക്ക് ഞാൻ വഹി നൽകുകയുണ്ടായി. റൂഹൻ മിൻ അംരിനാ, അല്ലാഹു തആലയാണ് വഹി ഇറക്കി കൊടുക്കുന്നത്. മാ കുൻത തദ്രീ മൽ കിതാബ്, നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിതാബ് എന്ന്, നിങ്ങൾക്കറിയില്ല എന്താണ് ഈ ഖുർആൻ എന്ന്. വലൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്കറിയില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഈ കിതാബ് എന്ന് പറയുന്നത് നൂറാ, അതൊരു പ്രകാശമാണ്, അതൊരു വെളിച്ചമാണ്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല. എന്റെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു വെളിച്ചമാണ്, ആ വെളിച്ചം ഞാൻ എല്ലാവർക്കും നൽകൂല. ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ. അതുകൊണ്ട് ഈ ഖുർആനാകുന്ന പ്രകാശം ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ ശരീരത്തിൽ വെളിച്ചമുണ്ടാകും, നാളെ ആഖിറത്തിൽ വെളിച്ചമുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ, ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്, ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ, ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്. വന്നൂർ, ഖുർആനിൽ വെളിച്ചമുണ്ട്, ഖുർആനിൽ പ്രകാശമുണ്ട്. അതുകൊണ്ട് ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബിഹി, ആ വെളിച്ചമുള്ള സന്മാർഗ്ഗമുള്ള ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞില്ലേ, രണ്ടു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാമെന്ന്. ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര ചോദിക്കുകയാണ്. യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ട് വിഷയങ്ങളാണ്. അതിലൊന്ന് ഖുർആനാണ്, രണ്ടെന്റെ സുന്നത്തുകളാണ്. ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും സുന്നത്തുകളും ആരൊക്കെയാണോ മുറുകെ പിടിക്കുന്നത് അവർ ഒരിക്കലും പരാജയപ്പെടൂല എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാണോ ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുന്നത്, ഫമൻ തദബ്ബറ ആയാതിഹി, ഖുർആൻ അല്ലാഹു ഇറക്കുന്നത് തന്നെ വെറും ഓതിവിടാനല്ല, അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ്. ലിയദബ്ബറു ആയാതിഹി,
അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കണ്ട. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ടതില്ല. എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. പഠിക്കാനുള്ള സമയം എല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു ഖുർആൻ ഇറക്കിയത് ഓതാനല്ല, അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ് എന്നും കൂടി ഓരോ ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോ ആരാണോ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുന്നത്, വഅമില ബിഅഹ്കാമിഹി, ഖുർആൻ കൊണ്ട് ആരാണോ ജീവിക്കുന്നത്, അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു പ്രകാശം നൽകും. ഏതാണ് ആ പ്രകാശം? കിതാബുൻ അൻസൽനാഹു ഇലൈക, നബിയേ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്ന പ്രകാശം, നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം, ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ്. ആരാണോ അന്ധകാരത്തിലുള്ളത്, ആരാണോ അനാചാരത്തിലുള്ളത്, ആരാണോ ഇരുട്ടിലുള്ളത്, അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. സൽപന്താവിലേക്ക് കൊണ്ടുവരാനാണ്, നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഇറക്കിയത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിഷയം ഖുർആനാണ്. ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല. നമ്മുടെ ആയുധം, നമ്മുടെ കരുത്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളും ഖുർആനുമായി ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. രോഗമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതി ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. കടമുണ്ടോ? ഖുർആൻ ഓതി ഞാൻ ദുആ ചെയ്യട്ടെ. അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അഭയം പ്രാപിക്കുന്നവരാകണം. ഒന്നാമത്തെ വിഷയം. ഇനി രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഒരു ആയത്തുണ്ട്. ഏതായത്? ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഏതായത്? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا ولا تحملنا ما ചില ആളുകൾ സൈക്കിളിൽ പോകും. അങ്ങനെ ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാണ് പോവുക. ഏതായാലും ഒരു വെറൈറ്റി എല്ലാവരുടെ അടുത്തും. പുതിയാപ്പിള പോകുമ്പോൾ പടക്കം പൊട്ടിക്കും ചില ആളുകൾ ബൈത്ത് പാടും, ചില ആളുകൾ നല്ല ഡാൻസ് ചെയ്യും, ചില ആളുകൾ നല്ല മൗലീദും സ്വലാത്തും ഒക്കെ ആയിട്ട് പോകും. അപ്പൊ എന്തായാലും ഒരു ജഗബോഗായിട്ട് എല്ലാവരും പുതിയാപ്പിള പോകും, അല്ലെ? അപ്പൊ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് സൂറത്ത് ഇറങ്ങിയത്. ഒന്ന് ജഗബോഗായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ആ സമയത്ത് സമിഅ സൗതൻ മിൻ ഫൗഖിഹി, മുകൾ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കാനിടയായി. വലിയൊരു ശബ്ദം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആകാശങ്ങളിലേക്ക് തല ഉയർത്തുകയുണ്ടായി, എന്താണ് ആ ശബ്ദമെന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഹാദാ ബാബും മിനസ് സമാഇ ഫുതിഹൽ യൗം. നബിയേ, അത് സ്വർഗ്ഗത്തിന്റെ ഒരു വാതിൽ തുറന്നതാണ് നബിയേ, സ്വർഗ്ഗത്തിന്റെ ഒരു കവാടം തുറന്നതാണ് നബിയേ. അത് ലം യുഫ്തഹ ഖത്തു ഇല്ലൽ യൗം, ഇന്നല്ലാതെ ഇന്നേ വരെ ആ വാതിൽ തുറന്നിട്ടില്ല, ഇനി അത് തുറക്കുകയുമില്ല. ഇന്നല്ലാതെ ഇനി ആ വാതിൽ തുറന്നിട്ടില്ല, ഇനി തുറക്കുകയുമില്ല. അത്രത്തോളം എന്തോ ഒരു ഗൗരവമുള്ള വിഷയം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഫനസല മിൻഹു മലകുൻ, ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ.
ഹാദാ മലകുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗമ. ഇന്നല്ലാതെ ഇന്നേ വരെ ആ മലക്ക് ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇന്നല്ലാതെ ആ മലക്ക് ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഫസല്ലമ, ആ മലക്ക് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞു. വഖാൽ, എന്നിട്ട് പറഞ്ഞു അബ്ശിർ ബിനൂറൈൻ, നബിയേ നിങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ ഇറക്കാൻ പോവുകയാണ്. അബ്ശിർ ബിനൂറൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ്. രണ്ട് പ്രകാശം ആർക്കും അതിന്നേ വരെ കൊടുത്തിട്ടില്ല. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കും ലഭിക്കാത്ത പ്രകാശം, രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന മലക്ക് പറയുകയാണ്. ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ? ഏതൊക്കെയാ രണ്ട് പ്രകാശങ്ങൾ? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ രണ്ട് പ്രകാശമാണ് അല്ലാഹു ഇറക്കാൻ പോകുന്നത്. ആ രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധമായ ഫാത്തിഹ ഇറക്കിയത് പുതിയാപ്പിള ഇറക്കുന്നത് പോലെയാണ്. ഫാത്തിഹത്തുൽ കിതാബ്, അല്ലാഹു തആല ആകാശങ്ങളിൽ നിന്ന് ഫാത്തിഹ ഇറക്കിയത് ഒരു പുതിയാപ്പിള ഇറക്കുന്നത് പോലെ വളരെ ഗൗരവത്തോടെയാണ്. അന്ന് ഷൂസ് ഇട്ട് കൊടുക്കാൻ ആളുകൾ ഉണ്ടാകും. ഷൂട്ട് കൊടുക്കൂലേ? പുതിയാപ്പിളക്ക് ഷൂട്ട് കൊടുക്കും, ട്രൗസർ കിട്ടും. ഇന്നവരെ ഒരു കുഞ്ഞു മോന് ഷൂട്ട് കൊടുക്കൂല, പാന്റ് ഇട്ട് കൊടുക്കൂല, ടൈ ഇട്ട് കൊടുക്കൂല, ഒന്നും പൗഡർ ഇട്ട് കൊടുക്കൂല. എന്നാ പുതിയാപ്പിളായാലോ മാഷാ അല്ലാഹ്, ചങ്ങാതിമാരൊക്കെ ഇവരൊന്നും പറയണ്ട. അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ ഏലം മിനുക്കൽ, അരമണിക്കൂർ തന്നെ പണി. എല്ലാരും എല്ലാം ഷൂവിന്റെ വള്ളിയർ കിട്ടും അല്ലേ? അതാ കാരണം. എന്താ? ഇനിയാള് പുതിയാപ്പിളാവാൻ പോകുന്നില്ല, ഇനി മുമ്പായിട്ടില്ല. അതന്നെയാ കാരണം. ചില ആളുകൾ പുതിയാപ്പിളാവും, പക്ഷെ ഇത്ര ഒരു കെങ്കേമായിട്ടാവും, രഹസ്യമായിട്ടൊക്കെ ആവും. അതുകൊണ്ടാണത്. അതേപോലെയാണ് അല്ലാഹു ആകാശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഫാത്തിഹ ഇറക്കിയത്. അതുകൊണ്ട് ഫാത്തിഹ നൂറാണ്, പ്രകാശമാണ് ഫാത്തിഹ. ആരാണോ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും, നാളെ ആഖിറത്തിനും വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് ഫാത്തിഹ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തും അല്ലാഹു ഇറക്കിയതാണ്. ഇതുപോലെ ഗൗരവത്തോടെ ഇറക്കിയതാണ്. അതുകൊണ്ട് ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഫാത്തിഹയും നിരന്തരമായി ആരാണോ വർദ്ധിക്കുന്നത്, ലാ തഖറഅ ബിഹർഫിൻ മിൻഹുമാ, അത് മുഴുവനും ഓതണമെന്നില്ല. അതിന്റെ ഒരു ഹർഫ് ഓതിയാൽ, അതിന്റെ ഒരു ആയത്ത് ഓതിയാൽ ഇല്ലാ ഉഅതീത, ആ ഒരു പ്രകാശം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫാത്തിഹയുടെ ഒരു ആയത്ത് ഓതിയാൽ മതി, ആമന റസൂലിന്റെ ഒരു ആയത്ത് ഓതിയാൽ മതി, ഒരു ഹർഫ് ഓതിയാൽ മതി. മുഖത്തിന് ഹൃദയത്തിന് അവസാനം മരണസമയത്ത് എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ടാകും. മരിച്ചുപോയാൽ ഖബറിടം വെളിച്ചമാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.